السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ അദ്ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ എന്ന കിതാബിനെ അടിസ്ഥാനപ്പെടുത്തി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ദർസുകളിൽ കഴിഞ്ഞ ദർസിൽ നാം അവസാനം മനസ്സിലാക്കിയത് അർക്കാനുൽ ഈമാൻ, ഈമാനിന്റെ സ്തംഭങ്ങൾ, അവയെ പറ്റിയാണ്. അതിന്റെ പ്രാധാന്യവും അത് അറിഞ്ഞിരിക്കേണ്ട ഗൗരവവും എല്ലാം സൂചിപ്പിച്ചതിനു ശേഷം അതിലെ ഏറ്റവും അടിസ്ഥാനമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള വിശ്വാസമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒരാൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ റുബൂബിയത്തുള്ള വിശ്വാസം, അല്ലാഹു റബ്ബാണ് എന്ന വിശ്വാസം. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം, അല്ലാഹുവാണ് നമ്മുടെ ഇലാഹ് എന്ന വിശ്വാസം. മൂന്ന്, അസ്മാഉ വസിഫാത്തിലുള്ള വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണ വിശേഷണങ്ങളിലുള്ള വിശ്വാസം. ഇതിൽ ഒന്നാമത്തെ റുബൂബിയത്തിലുള്ള വിശ്വാസം എന്താണ് എന്നാണ് നാം കഴിഞ്ഞ ദിവസത്തിൽ വിശദീകരിച്ച് നിർത്തിയത്. അപ്പോൾ അല്ലാഹുവിന്റെ വിശ്വാസത്തിലെ രണ്ടാമത്തെ റുക്നാണ് നാം ഇന്ന് പറയുന്നത് അൽ ഈമാനു ബിവഹ്ദാനിയത്തില്ലാഹി അസ്സ വജൽ ഫി അസ്മാഇഹി വസിഫാതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണ വിശേഷണങ്ങളിൽ അല്ലാഹുവിന്റെ ഏകത്വം, അതിൽ വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പ്രത്യേകമായ നാമങ്ങളും പ്രത്യേകമായ വിശേഷണങ്ങളുമുണ്ട്. ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള നാമങ്ങളും വിശേഷണങ്ങളും അതാണ് നാം അംഗീകരിക്കുക. ഖുർആനിലും ഹദീസിലും വന്നിട്ടില്ലാത്ത തൗഖീഫിയായിട്ട്, തൗഖീഫി എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസും കൊണ്ട് വന്ന കാര്യങ്ങളെ തൗഖീഫി എന്ന് പറയും. അങ്ങനെ വന്നിട്ടുള്ള നാമങ്ങളും വിശേഷണങ്ങളും മാത്രമേ നാം അംഗീകരിക്കുകയുള്ളൂ. അല്ലാതെ ഏതൊരു സൃഷ്ടി അല്ലെങ്കിൽ വേറെ ഏതൊരു മനുഷ്യൻ അല്ലാഹുവിന് ഈ നാമം കൊള്ളാം, ഇത് നല്ല നാമമാണ് എന്ന് പറഞ്ഞാലോ, അല്ലാഹുവിന് ഇന്ന വിശേഷണമുണ്ട്, അത് നല്ല വിശേഷണമാണ്, അല്ലാഹുവിന് യോജിച്ചതാണെന്ന് പറഞ്ഞാലോ നാം എന്ത് ചെയ്യില്ല? അതിനെ അംഗീകരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലെ 180-ാമത്തെ ആയത്തിൽ പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് അസ്മാഉൽ ഹുസ്ന, ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ അവനോട് ദുആ ചെയ്യുക. അഥവാ അല്ലാഹുവിനെ ദുആ ചെയ്യുന്നതിൽ ഏറ്റവും മഹത്തരമായ രീതി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് തേടുന്നതാണ്. അല്ലാഹുവിന്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ടും അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ മുൻനിർത്തിയോ. ഉദാഹരണത്തിന്, നമ്മുടെ പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് തേടുമ്പോൾ യാ ഗഫൂർ, യാ തവ്വാബ് എന്നെല്ലാം തേടാം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷണങ്ങൾ നമുക്കറിയാം. പല ദുആകളും അഊദു ബികലിമാത്തില്ലാഹി തമ്മ, അഊദു ബിഇസ്സത്തില്ലാഹ്, അല്ലെങ്കിൽ അഊദു ബിഖുദ്റതി, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ദുആകളുണ്ട്. ഇതൊക്കെ അല്ലാഹുവിന്റെ വിശേഷണങ്ങളാണ്. അല്ലാഹുവിന്റെ ഇസ്സത്ത്, അല്ലാഹുവിന്റെ ഖുദ്റത്ത്, അല്ലാഹുവിന്റെ കലാം, ഇതെല്ലാം അല്ലാഹുവിന്റെ വിശേഷണങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ദുആ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ ഇസ്രായിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ദുഉല്ലാഹ് ഔ ദുഉർ റഹ്മാൻ,
നിങ്ങൾ അല്ലാഹു എന്നോ റഹ്മാൻ എന്നോ പറഞ്ഞുകൊള്ളുക. അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ ഇതിൽ ഏത് വിളിച്ചാലും അല്ലാഹുവിന്റേതാണ് അസ്മാഉൽ ഹുസ്ന. ഏറ്റവും ഉത്തമമായ നാമങ്ങളുള്ളത് അല്ലാഹുവിനാണ്. സഹോദരങ്ങളെ, തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള അല്ലാഹുവിന്റെ ഏകത്വം. ഒരു നാമം അള്ളാഹുവിന് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു വിശേഷണം അള്ളാഹുവിന് വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് യോജിച്ച രീതിയിൽ അള്ളാഹുവിന് മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ അള്ളാഹു സമീഅാണ്, അള്ളാഹു ബസീറാണ് എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടണം അള്ളാഹുവിനെ പോലെ കാണുന്നവനോ അള്ളാഹുവിനെ പോലെ കേൾക്കുന്നവനോ ആയി മറ്റൊരാളുമില്ല. അതുപോലെ തന്നെ ഏതൊരു നാമവിശേഷണങ്ങളാണെങ്കിലും ഈ രീതിയിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം. നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കണമെങ്കിൽ, അള്ളാഹുവിലേക്ക് സാമീപ്യം നേടണമെങ്കിൽ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം വർദ്ധിക്കണമെങ്കിൽ, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടണമെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച് അറിയണം. അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അസ്മാഉൽ ഹുസ്ന വസിഫാത്തുൽ ഉലിയ, ഉത്തമമായ നാമങ്ങളും ഉന്നതമായ വിശേഷണങ്ങളും കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റൂ. നമ്മുടെ നാടുകളിൽ പൊതുവെ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾക്ക് തീരെ അറിയാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിക്കപ്പെടാതെ പോയിട്ടുള്ള കാര്യമാണ് അസ്മാഉൽ ഹുസ്ന വസിഫാത്തുൽ ഉലിയ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസമായിട്ടുള്ള അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ പോലും തൗഹീദിന്റെ ആളുകൾ, തൗഹീദിനെ ശിർക്കിന്റെ കാര്യങ്ങൾക്ക് എതിര് നിൽക്കുന്ന, തൗഹീദിന്റെ ദഅവാ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി അറിയില്ല. അള്ളാഹു എല്ലായിടത്തും ഉണ്ടല്ലോ, അള്ളാഹു എല്ലായിടത്തും ഉണ്ട്, അള്ളാഹു നിന്റെ സ്ഥലത്തൊന്നല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു അടിമപ്പെണ്ണിന്റെ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, വലിയ പഠിച്ചിട്ടില്ല, ആടിനെ മറ്റും മേക്കുന്ന കേവലം ഒരു അടിമപ്പെണ്ണിന്റെ ഈമാൻ പരിശോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം എന്താണ്? അല്ലാഹു എവിടെ? അവിടെ മറുപടി പറഞ്ഞു, ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് ഫിസ്സമാ, ആകാശത്തിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ ആരാണ്? അൻത റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. നീ മുഅ്മിനത്താണെന്നാ പറഞ്ഞത്, നീ ഈമാനുള്ളവളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അല്ലാഹുവിന്റെ വിശേഷണമാണ്, അള്ളാഹുവിന്റെ നാമമാണ് അലി എന്നുള്ളത്. അള്ളാഹു തആല ഉന്നതനാണ് എന്നുള്ളത് ഉന്നതി അള്ളാഹുവിന്റെ വിശേഷണത്തിൽപ്പെട്ടതാണ്. അതുപോലും അറിയാത്ത ആളുകളായിട്ട് നമ്മൾ പലരും കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 2 കൈകളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 2 കണ്ണുകളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സംസാരമുണ്ട്, അള്ളാഹുവിന്റെ സംസാരത്തിന് ലഫ്ളും ശബ്ദവും ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അറിവില്ലാത്ത ആളുകളാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിനെ പറ്റി എന്താണോ അള്ളാഹു പറഞ്ഞത്, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അത് നമ്മൾ വിശ്വസിക്കണം. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ നാമങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഏറ്റവും അധികമായി പറയുന്ന ഒരു ഭാഗമാണ് സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകൾ. ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ വറഹ്മാനുർ റഹീം. മറ്റൊരു പങ്കുകാരനുമില്ലാത്ത ഇലാഹായവനാണ് അല്ലാഹ്. അവൻ രഹസ്യങ്ങളും പരസ്യവും ഒരുപോലെ അറിയുന്നവനാണ്, റഹ്മാനും റഹീമുമാണ്. ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല. അൽ മാലിക് അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാർ അൽ മുതകബ്ബിർ. അവനാണ് എല്ലാ രാജാധികാരമുള്ളവൻ, അവനാണ് ഏറ്റവും പരിശുദ്ധനായവൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനായവൻ, എല്ലാവിധ സംരക്ഷണവും നൽകുന്നവൻ, എല്ലാവിധ ഇസ്സത്തുമുള്ളവൻ, എല്ലാവിധ പെരുമയുമുള്ളവൻ, എല്ലാവിധ ഉന്നതമായ അലങ്കാരങ്ങളും മഹത്വവും ഉള്ളവൻ. ഇങ്ങനെ ധാരാളം അള്ളാഹുവിന്റെ നാമങ്ങൾ. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, മുശ്രിക്കീങ്ങൾ പങ്കുചേർക്കുന്നതിനേക്കാളെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, അള്ളാഹു ഖാലിഖാണ്, സൃഷ്ടിക്കുന്നവനാണ്, എല്ലാം സൃഷ്ടിക്കുന്നവനാണ്. ബാരിഉ മുസവ്വിറുമാണ്, അതിനെ ഒരുക്കുന്നവനാണ്, അതിന് രൂപം നൽകുന്നവനാണ്. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവനാണ് ഉന്നതമായ ഉത്തമമായ നാമങ്ങളുള്ളത്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അവനെ ആകാശഭൂമികൾക്കുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുകയാണ്.
ഇവിടെ സഹോദരങ്ങളെ ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഖുർആനിൽ എന്തെല്ലാം കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടോ, ഉദാഹരണത്തിന് സ്വർഗത്തിലെ ഭക്ഷണം, സ്വർഗത്തിലെ താമസം, സ്വർഗത്തിലെ വിവാഹം, അല്ലെങ്കിൽ സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, പരലോകത്തെ കാര്യങ്ങൾ, അങ്ങനെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടോ അതിനേക്കാൾ അധികമായി ഖുർആനിൽ പരാമർശിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന്റെ നാമങ്ങളാണ്. അള്ളാഹുവിന്റെ നാമമില്ലാത്ത ഒരൊറ്റ പേജ് പോലും, ഒരൊറ്റ ഭാഗം പോലും ഖുർആനിലില്ല. അള്ളാഹുവിന്റെ നാമത്തെ പറ്റി പരാമർശിക്കാത്ത ഒരു ഭാഗം പോലും ഖുർആനിലില്ല. ഏതൊരു കാര്യത്തിലും അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിന്റെ നാമങ്ങളെ പറ്റി അതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ നമുക്കുണ്ടായിരിക്കേണ്ട വിശ്വാസം എങ്ങനെയാണ്? 4 കാര്യങ്ങൾ ഇല്ലാതെ വേണം അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ നാം വിശ്വസിക്കാൻ. അഥവാ അള്ളാഹുവിന്റെ ഒരു നാമമോ അള്ളാഹുവിന്റെ ഒരു വിശേഷണങ്ങളോ നമ്മൾ കേട്ടു കഴിഞ്ഞാൽ, ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് വിശ്വസിക്കുന്നിടത്ത് 4 കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. 4 കാര്യങ്ങൾ വേണമെന്നല്ല, 4 കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. 4 കാര്യങ്ങൾ ഇല്ലാതെ വേണം നമ്മൾ ഇതിനെ വിശ്വസിക്കാൻ. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്നാമത്തേത് തക്യീഫാണ്. തക്യീഫാണ്. എങ്ങനെ എന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല, എങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഒരു നാമമോ വിശേഷണമോ പറഞ്ഞാൽ പിന്നെ അത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവില്ല. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അള്ളാഹു എങ്ങനെയെന്ന് പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ അതിനെ കുറിച്ച് ചോദിക്കരുത്. ഒരിക്കൽ ഇമാം മാലിക് ഇബ്നു അനസ്, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നു, അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒരു വ്യക്തി വന്നു ചോദിച്ചു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. ഖുർആനിൽ ആയത്തുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ അല്ലാഹു അർശിന്റെ മേൽ ഇസ്തിവാ ചെയ്തവനാണെന്ന് ആയത്തുണ്ട്. എന്നിട്ട് ഇമാം മാലിക്കിനോട് ചോദിച്ചു, കൈഫ ഇസ്തവാ, എങ്ങനെയാണ് അർശിന്റെ മേൽ ഉയർന്നിട്ടുള്ളത്? ഇസ്തവ എന്ന് പറഞ്ഞാൽ ഉയരുക എന്നാണ് അർത്ഥം. അപ്പൊ എങ്ങനെയാണ് അർശിന്റെ മേലെ അള്ളാഹു ഉയർന്നിട്ടുള്ളത്? അതായത് ഇരിക്കുകയാണോ, നിൽക്കുകയാണോ, കിടക്കുകയാണോ? എങ്ങനെയാണ് അള്ളാഹു അർശിന്റെ മേലെ? ഇമാം മാലിക് ഇബ്നു അനസ് അവിടെ ഇരുന്നു, താഴത്തേക്ക് നോക്കിയിട്ട് കയ്യിലുള്ള ഒരു വടി കൊണ്ട് നിലത്ത് മണ്ണിൽ ഇങ്ങനെ വരച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. അദ്ദേഹത്തിന് നെറ്റിത്തടം വരക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു. പല ലഫ്ലുകളിലായിട്ട് വന്നിട്ടുണ്ട്, അതിന്റെ ആകെ തുക അദ്ദേഹം മറുപടി പറഞ്ഞു, അൽ ഇസ്തിവാ ഗൈറു മജ്ഹൂൽ. ഇസ്തിവ എന്നുള്ളത് അറിയപ്പെടാത്ത കാര്യമല്ല, അല്ലെങ്കിൽ അൽ ഇസ്തിവാ മഅലൂമുൻ. അല്ലാഹു അർശിൽ ഇസ്തിവ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫിയതു ഗൈറു മഅലൂം, അല്ലെങ്കിൽ വൽ കൈഫിയതു മജ്ഹൂൽ. അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല, എങ്ങനെയെന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, അതിൽ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിനെ കുറിച്ച് ചോദിക്കുക എന്നുള്ളത് ബിദ്അത്താണ്. എന്നിട്ട് ആ ചോദിച്ച വ്യക്തിയെ നീ ഒരു ബിദ്അത്തുകാരനാണ്, അതുകൊണ്ട് നീ എന്റെ സദസ്സിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹം മാറ്റി ഒഴിക്കുകയുണ്ടായി. കാരണം അല്ലാഹു അർശിന്റെ മേൽ ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി പോലും എന്ത് ചോദ്യം ചോദിച്ചിട്ടില്ല? എങ്ങനെ റസൂലേ അല്ലാഹു ഇസ്തിവാ ചെയ്തിട്ടുള്ളത്, അർശിന് മേലെ അല്ലാഹു എന്താ ചെയ്യുന്നത് എന്നൊരു സഹാബി പോലും ചോദിച്ചിട്ടില്ല. അവരെന്താ ചെയ്തത്? അള്ളാഹുവിനെ പറ്റി അള്ളാഹുവും റസൂലും എന്താണോ പഠിപ്പിച്ചത്, അത് അറബി ഭാഷയിൽ അതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് അവർ വിശ്വസിച്ചു. അപ്പോ കൈഫിയത്ത് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല വരുന്നവനാണ്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നത് ചെയ്യും, അള്ളാഹുവിന് ഇന്നത് പോലെ ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന് 2 കണ്ണുണ്ട്, അല്ലെങ്കിൽ 2 കൈകളുണ്ട്, അള്ളാഹുവിന് ശബ്ദമുണ്ട് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും? അതിനെന്തില്ല, അർത്ഥമില്ല. ഇപ്പൊ ചില ആളുകൾ, ചില പിഴച്ച വിഭാഗങ്ങൾ, ഒരുപാട് ആളുകൾ, മുഅ്തസിലിയാക്കൾ, ജഹ്മിയാക്കൾ, അങ്ങനെ തുടങ്ങി പിഴച്ച ധാരാളം വിഭാഗങ്ങളുണ്ട്. അവര് പറയുന്ന വാദം എന്താ വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിന് കണ്ണുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കുള്ളിൽ തോന്നും മനുഷ്യരുടെ പോലെ കണ്ണുകളാണ് ഉണ്ടാവുക, അതുകൊണ്ട് അത് പിഴച്ച വാദമാണ്. അത് അള്ളാഹുവിന് കണ്ണ് എന്ന് നമ്മൾ പറയാൻ പാടില്ല, ഐനി എന്ന് വന്നിട്ടുണ്ട്, അപ്പൊ അത് അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി, അതിന്റെ അർത്ഥം പറയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനമുള്ളത്
എല്ലാ ദുനിയാവിന്റെ അവസ്ഥയില് ഒരുപാട് ജന്തുക്കൾക്ക് കണ്ണുണ്ട്. ആനയ്ക്ക് കണ്ണുണ്ട്, മനുഷ്യന് കണ്ണുണ്ട്, ഏതെങ്കിലും ചെറിയ പക്ഷിക്ക് കണ്ണുണ്ട്, ഉറുമ്പിന് കണ്ണുണ്ട്. ഇതെല്ലാം ഒരുപോലെയാണോ? അല്ല. അപ്പോൾ അറബിയിൽ എന്താണോ അള്ളാഹുവിന്റെ വിശേഷണമായി പറഞ്ഞത്, അറബി ഭാഷയിൽ അറബികൾ അതുകൊണ്ട് എന്തർത്ഥമാണോ മനസ്സിലാക്കുക, ആ അർത്ഥം തന്നെ അതിന് നമ്മൾ പറയണം. ആ അർത്ഥം തന്നെ അതിന് നമ്മൾ പറയണം. വിശാലമായ വിഷയമാണ്, സൂചിപ്പിച്ചത് മാത്രം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണ വിശേഷണങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തക്കീഫില്ലാതെ അതിനെക്കുറിച്ച് എങ്ങനെ എന്ന് ചോദിക്കാതെ വേണം വിശ്വസിക്കാൻ. രണ്ടാമത്തെ കാര്യം വലാ തംസീൽ, സാദൃശ്യപ്പെടുത്താൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അല്ലാഹുവിന്റെ രണ്ട് കരങ്ങൾ, അത് ഖുർആനിൽ വന്നിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതൊരാൾ ആ കരങ്ങൾ ഇന്നതുപോലെയാണ്, മനുഷ്യന്റേത് പോലെയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവിയുടേത് പോലെയാണ്, അല്ലെങ്കിൽ ഈ തരത്തിലായിരിക്കും എന്ന് ഉപമ പറയുക. അപ്പൊ തംസീല് തശ്ബീഹ് ഉണ്ട്. ഇവിടെ തംസീൽ എന്ന് പറഞ്ഞാൽ ഉപമ പറയുക. ഇന്നതുപോലെയാണ് എന്ന് ഉപമ പറയുക, അത് പാടില്ലാത്തതാണ്. അല്ലാഹുവിന്റെ നാമത്തെയോ വിശേഷണത്തെയോ ഇന്നതുപോലെ എന്ന് പറയാൻ പാടില്ല. മൂന്നാമത്തേത് തഹ്രീഫ്. ഒന്നാമത്തേത് തകീഫ്, രണ്ടാമത്തേത് തംസീൽ, മൂന്നാമത്തേത് തഹ്രീഫ്. തഹ്രീഫ് എന്ന് പറഞ്ഞാൽ ഹർഫുകൾ മാറ്റിമറിച്ച് അർത്ഥം മാറ്റി പറയരുത്. അർത്ഥം മാറ്റി പറയരുത്. ഇതൊരു ഉദാഹരണം നമ്മൾ മുമ്പ് അസ്മാഉൽ ഹുസ്നയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു എന്നതിനുള്ള ഒരു തെളിവാണ് കല്ലമല്ലാഹു മൂസ തക്ലീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമിനോട് ഒരു സംസാരിച്ചു എന്നത്. ഇവിടെ കല്ലമ എന്നുള്ള ഫിഅൽ, ആ ഫിഅലിന്റെ ഫാഇൽ ആരാണ്? അല്ലാഹു എന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹ് എന്നുള്ള വാക്കിന് അവസാനം റഫ്ഉ വന്നത്, നമ്മുടെ ഭാഷയിൽ ദമ്മിട്ടത്, അല്ലാഹു എന്നിട്ടത്. ആരോടാണ് സംസാരിച്ചത്? മൂസ എന്നതിനോടാണ്. മൂസ എന്നുള്ള വാക്കിന് ശരിക്കും അവസാനത്തിൽ നസ്ബാണ്. പക്ഷെ അറബി ഭാഷയിൽ മഖ്സൂറായ ഇസ്മാണ് മൂസ എന്നുള്ളത്. അപ്പോ അതിന് നസ്ബോ ഒന്നും വെളിവാകില്ല, വാഹിറായിട്ട് ഉണ്ടാവില്ല, മുഖദ്ദറായി നമ്മൾ സങ്കല്പിക്കുക ചെയ്യാതിന്റെ ആളാവും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കല്ലം അല്ലാഹു മൂസ തക്ലീമ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹു മൂസ നബിയോട് സംസാരിച്ചു എന്നാണ്. എന്നാൽ പിഴച്ച വാദക്കാർ ഈ ആയത്തിനെ എങ്ങനെ വായിക്കും? കല്ലമല്ലാഹ മൂസ തക്ലീമ, കല്ലമല്ലാഹ മൂസ തക്ലീമ. അപ്പൊ ആയത്തിന്റെ അർത്ഥം എന്തായി? കല്ലമ സംസാരിച്ചു, അല്ലാഹ അല്ലാഹുവിനോട് സംസാരിച്ചു. ആര് സംസാരിച്ചു? മൂസ, മൂസ സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ മാറ്റുന്നത് വഴി എന്തായി? അള്ളാഹുവിന് സംസാരമുണ്ട് എന്നതിന് തെളിവായിട്ടുള്ള ഒരായത്തിന്റെ അർത്ഥം തന്നെ ഒരു മാറ്റങ്ങൾ. അപ്പൊ ഈ ആയത്ത് ഈ രീതിയിൽ അവര് പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ മൂസാ നബിയാണ് അള്ളാഹിനോട് സംസാരിച്ചത്. അപ്പൊ അള്ളാഹിന് എന്തില്ല? കലാം എന്നുള്ള സിഫത്തില്ല. അപ്പൊ ഖുർആൻ അള്ളാഹിന്റെ കലാമല്ല, അത് അള്ളാഹുവിന്റെ ഖൽഖാണ്, സൃഷ്ടിയാണ് എന്നുള്ള വാദത്തിലേക്ക് ജഹ്മിയാക്കൽ പോലെയുള്ളവർ എത്തുന്നത്. അപ്പോ തഹ്രീഫ് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണ വിശേഷണങ്ങൾ വിശ്വസിക്കുന്നിടത്ത് തഹ്രീഫ് ഉണ്ടാകാൻ പാടില്ല. നാലാമത്തേത് തഅ്തീൽ, നിഷേധിക്കാൻ പാടില്ല. അള്ളാഹുവിനൊരു വിശേഷണം വന്നു, അള്ളാഹുവിനൊരു നാമം വന്നു, അതിനെ നിഷേധിക്കാൻ പാടില്ല. അതില്ല, അത് അള്ളാഹുവിനെ യോജിച്ചതല്ല, അത് എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. പക്ഷേ ശരിയാക്കൾ അവർ അള്ളാഹുവിനെ ഏഴ് നാമങ്ങൾ, ഏഴ് വിശേഷങ്ങളാണ് അംഗീകരിച്ചു കൊടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 7 എണ്ണം, അത് ബുദ്ധിക്ക് യോജിച്ചതാണ്. അള്ളാഹു ജീവിക്കുന്നവനാണ്, കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, കഴിവുന്നവനാണ് എന്നീ തുടങ്ങുന്ന ഒരുത്തന്റെ ബുദ്ധിക്ക് യോജിക്കുന്നത് മാത്രം, ബാക്കിയൊന്നും അവർ അംഗീകരിക്കില്ല. അള്ളാഹു ഇസ്തിവാണ്, അല്ല അള്ളാഹുവിനെ കാണും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൻ അള്ളാഹിനെ കാണാൻ പറ്റൂല, ഓരോ ബുദ്ധിക്ക് പറ്റൂല, അതുകൊണ്ട് അവർ നിഷേധിക്കും. അങ്ങനെ തഅ്തീൽ ചെയ്യാൻ പാടില്ല. ഖുർആനിലും ഹദീസിലും ഒരു നാമമോ വിശേഷണമോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിഷേധിക്കാൻ പാടില്ല. ഈ നാല് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കുമ്പോൾ മാത്രമാണ്, ഈ 4 കാര്യങ്ങൾ ഇല്ലാതെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് എന്താകുന്നത്? അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള ഈമാൻ ഒരുത്തന് ശരിയാവുന്നത്. നമ്മൾ ഈ 4 കാര്യങ്ങൾ പഠിച്ചു വെക്കണം. നമ്മൾ ഇതിനെ കുറിച്ച് വലിയ ചർച്ചയില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്കറിയാത്തത്. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ വിശ്വസിക്കുമ്പോൾ
4 കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒന്നാമത്തെ തക്കീഫ്, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. രണ്ടാമത്തെ തംസീൽ, ഉപമ പറയാൻ പാടില്ല. മൂന്നാമത്തേത് തഹ്രീഫ്, അർത്ഥം മാറ്റി, വാക്കുകളെ മാറ്റി അർത്ഥം മാറ്റാൻ പാടില്ല. നാലാമത്തേത് തഅദീൽ, നിഷേധിക്കാൻ പാടില്ല. ഖുർആനിൽ എങ്ങനെ വന്നുവോ, ഹദീസിൽ എങ്ങനെ വന്നുവോ, അറബി ഭാഷയിൽ അതിന് എന്തർത്ഥം വെക്കുന്നുവോ അങ്ങനെ നമ്മൾ വിശ്വസിക്കും. അതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇമാം സുന്ന എന്നറിയപ്പെടുന്ന ഈ ഒരു അഖീദ, യഥാർത്ഥ അഖീദ, സലഫുകളുടെ അഖീദ, അത് നിലനിർത്താൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ തന്റെ ജീവിതത്തിൽ സഹിച്ച ഇമാം. അദ്ദേഹം പറഞ്ഞത് കാണാം, നസിഫുല്ലാഹ ബിമാ വസഫ ബിഹി നഫ്സഹു, നാം അല്ലാഹുവിനെ വിശേഷിപ്പിക്കും അല്ലാഹുവിന്റെ സ്വന്തത്തിന് വിശേഷിപ്പിച്ചതുപോലെ. വമാ വസഫഹു ബിഹി റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ചതുപോലെ. ലാ നതജാവസുൽ ഖുർആന വൽ ഹദീസ്, ഖുർആനിന്റെയും ഹദീസിലും വന്നതിനപ്പുറത്തേക്ക് അല്ലാഹുവിനെ നമ്മൾ എന്ത് കഴിയില്ല, അതിരില്ല. അല്ലാഹുവിന്റെ നാമങ്ങളുടെ വിശേഷണങ്ങളിൽ അതിര് കടക്കില്ല. ഖുർആനിലും ഹദീസിലും വന്നതുപോലെയാണ് നാം വിശ്വസിക്കുകയുള്ളൂ. ഇനി സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ ഒരാൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ, അതിലേതെങ്കിലും ഒന്നിനെ, സ്ഥിരപ്പെട്ട ഒരു വിശേഷണത്തെയോ നാമത്തെയോ നിഷേധിക്കുന്നുവെങ്കിൽ അവന്റെ ഈമാൻ ശരിയല്ല. ആ വിഷയത്തിൽ അവൻ കുഫ്റിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കീങ്ങളെ പറ്റി പറഞ്ഞത്, വഹും യക്ഫുറൂന ബിർറഹ്മാൻ. മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽ, നാമങ്ങളിൽ ഏറ്റവും അധികം നിഷേധിച്ച നാമം എന്താണെന്നറിയോ? അർ-റഹ്മാൻ എന്നുള്ള നാമമാണ്. ചില പണ്ഡിതന്മാർ അവർ കിതാബ് തൗഹീദ് ശർഹ് ചെയ്യുന്നിടത്ത് അവർ പറയുന്നുണ്ട്, മക്കയിലെ വിശേഷണങ്ങളിൽ അല്ലാഹു നിഷേധിച്ച ഒരേ ഒരു നാമം അവർ റഹ്മാൻ എന്നുള്ള നാമമാണ്. കാരണം അവർ ചോദിക്കും, അമർ റഹ്മാൻ, ആരാണ് റഹ്മാൻ? ഞങ്ങൾക്ക് അറിയില്ല, റഹ്മാനായ റബ്ബിനെ ഞങ്ങൾക്ക് അറിയില്ല. ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധി എഴുതാൻ പറയാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുത്. ഏതൊരു കാര്യം എഴുതുന്ന സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്കം, അതിന്റെ തുടക്കം എന്തുകൊണ്ടായിരിക്കും? ബസ്മല കൊണ്ടായിരിക്കും. ഇതെഴുതുമ്പോഴാണ് സുഹൈൽ ഇബ്നു അംർ, അന്ന് മുശ്രിക്കായ സുഹൈൽ വന്നിട്ട് പറയുന്നത്, ആരാ ഈ റഹ്മാനും റഹീമും? ആരാ ഈ റഹ്മാൻ? ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിക്കോ. അവർക്ക് അല്ലാഹുവിനെ അറിയാം. റഹ്മാൻ എന്നുള്ള ഇസ്മിനെ അവർ നിഷേധിച്ചു. അല്ലാഹു പറയുന്നത്, വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അവരതാ റഹ്മാനിൽ കുഫ്ർ കാണിക്കുന്നു. ഖുൽ ഹുവ റബ്ബി ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഇലൈഹി മതാബ്. നബിയെ പറയുക, അവൻ എന്റെ റബ്ബാണ്, അവനല്ലാതെ ഇലാഹില്ല, അവന്റെ മേലാണ് ഞാൻ ബലമേൽപ്പിക്കുന്നത്, അവരിലേക്കാണ് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നത് എന്ന് പറയുന്നത്. അപ്പൊ നാമങ്ങളുടെ വിശേഷണങ്ങളിലുള്ള തൗഹീദ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. അതിന്റെ ഏറ്റവും അടിസ്ഥാനം അള്ളാഹുവിന് സ്ഥിരപ്പെട്ട് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള നാമങ്ങളും വിശേഷണങ്ങളും, അതുപോലെ അറബി ഭാഷയിൽ എന്താണോ അതിന്റെ അർത്ഥം അതുപോലെ നമ്മൾ അംഗീകരിക്കും. അതിനപ്പുറത്തേക്ക് നമ്മൾ അതിരി കടക്കുകയില്ല. അതാണ് ആ വിഷയത്തിലുള്ള നമ്മുടെ വിശ്വാസം. ഇനി 4 കാര്യങ്ങൾ ഇല്ലാതെ വേണം നാം വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. ഇനി അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ മൂന്നാമത്തെ റുക്കൻ الإيمان بوحدانية الله في ألوهية. ഉലൂഹിയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തിലുള്ള വിശ്വാസം, അല്ലാഹു ഇലാഹാണ് എന്നുള്ള നിലക്കുള്ള വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആയത്തുകളിലൂടെ ഓർമ്മിപ്പിച്ച കാര്യമാണിത്. സൂറത്തുൽ ബയ്യിനയിൽ അല്ലാഹു പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതുപോലെ സൂറത്തുൽ നിസായിൽ അല്ലാഹു പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. അതുപോലെ സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു പറഞ്ഞു, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എന്താണ് ഇതിലൊക്കെ പറയുന്നത്? അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിന് പുറമെ ആർക്കും ഇബാദത്തുകൾ സമർപ്പിക്കരുത്, അത് ശിർക്കാണ്, അല്ലാഹുവിന് പങ്കു ചേർക്കരുത്. ഓരോ സമൂഹത്തിലേക്കും ഓരോ ഉമ്മത്തിലേക്കും നബിമാരെ നിയോഗിച്ചത് ആ നബിമാർ ആ ഖൗമിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ വ്യക്തികളുണ്ടോ അതിനെയെല്ലാം നിങ്ങൾ ഒഴിവാക്കിയാൽ വേണം. എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ? ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ആരാധിക്കപ്പെടുന്നവൻ. അപ്പൊ അല്ലാഹുവിന്റെ വിശ്വാസത്തിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ റുബൂബിയത്ത്, സൃഷ്ടിപ്പും നിയന്ത്രണവും അധികാരവും ഉപജീവനം നൽകലും എല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്.
രണ്ടാമത് അള്ളാഹുവിനുള്ള നാമങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞു. മൂന്നാമത് പറയുന്നത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന് പുറമെ എന്തെല്ലാം ആരാധിക്കപ്പെടുന്നുണ്ടോ അതിനെയെല്ലാം നാം ഒഴിവാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ്? ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫളറനി. ഞാനിതാ അള്ളാഹുവിന് പുറമെ, എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാണ്, അതിനെല്ലാം ഞാൻ അകറ്റി നിർത്തുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുആ, നമ്മുടെ താഴ്മ, നമ്മുടെ വിധേയത്വം, നമ്മുടെ റുകൂഅ്, നമ്മുടെ സുജൂദ്, നമ്മുടെ അറവ്, നമ്മുടെ നേർച്ച, നമ്മുടെ ബലമേൽപ്പിക്കൽ, നമ്മുടെ സഹായം തേട്ടം, നമ്മുടെ ആശ്രയിക്കൽ, നമ്മുടെ ഭയം, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ഇഷ്ടം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമുക്ക് നന്മ വരുത്താനോ തിന്മ തടയാനോ സാധിക്കുമെന്ന നിലയ്ക്ക് നാം ചെയ്യുന്നുണ്ടെങ്കിൽ, അസ്ബാബുകൾക്ക് അതീതമായിട്ട് നമുക്ക് എന്തെങ്കിലും നന്മ വരുത്താനോ തിന്മ തടയാനോ കഴിയുമെന്ന നിലയ്ക്ക് നാം ഇതുപോലെയുള്ള എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിനർഹൻ അല്ലാഹു മാത്രമാണ്. അതല്ലാത്ത ആർക്കെങ്കിലും നമ്മൾ അത് വകവെച്ചു കൊടുത്താൽ അത് ശിർക്കുമാണ്. അത് കാലാകാലം ശാശ്വതമായി നരകാവകാശിയാക്കുന്ന വൻപാപമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറയുന്നത് ഞാൻ അല്ലാഹുവിനോടല്ലാതെ ദുആ ചെയ്യില്ല, ഞാൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അറിവ് നടത്തുകയുള്ളൂ, അള്ളാഹുവിനല്ലാതെ അറിവ് നടത്തില്ല, അള്ളാഹുവിനോടല്ലാതെ ഒരാളോട് സഹായം തേടില്ല, അള്ളാഹുവിനല്ലാതെ മറ്റൊരാളിന് ബലമേൽപ്പിക്കില്ല. അതൊന്നിനും, അത് ഉൽക്കാവട്ടെ, ഏലസാവട്ടെ, വ്യക്തികളാവട്ടെ, എന്ത് വസ്തു ആവട്ടെ, അള്ളാഹുവിന് മാത്രം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തൗഹീദുൽ ഉലൂഹിയ്യയുടെ ആശയം. പണ്ഡിതന്മാരുടെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബുകൾ, കിതാബു തൗഹീദ് ആവട്ടെ, ഉസൂൽ സലാത്ത് ആവട്ടെ, അങ്ങനെയുള്ള ഏതൊരു അഖീദ പഠിപ്പിക്കുന്ന ഏതൊരു കിതാബാണെങ്കിലും അവർ തൗഹീദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തൗഹീദുൽ ഉലൂഹിയ്യ, ഉലൂഹിയത്താണ്. കാരണം എല്ലാ സമൂഹവും പിഴച്ചു പോയത് ഉലൂഹിയത്തിന്റെ വിഷയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുകി, നുസുകി എന്ന് പറഞ്ഞാൽ എന്റെ അറവ്, നുസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കർമ്മങ്ങൾ എന്നുള്ളത്. നുസ്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് നുസ്ക് എന്ന് പറയും. നുസുക്ക് എന്ന് പറഞ്ഞാൽ അത് അറവാണ്. അപ്പൊ എന്റെ അറവ്, വമഹ്യായ, എന്റെ ജീവിതം, എന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ, വമമമാത്, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അതെല്ലാം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. അഥവാ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ ഇഷ്ടവും പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള അതിയായ ഇഷ്ടം കൊണ്ടും അള്ളാഹുവിനോടുള്ള താഴ്മ കൊണ്ടും ചെയ്യുന്ന ഇബാദത്തുകളാണ്. എന്ന് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുക ലാ ശരീക ലഹ്, അള്ളാഹുവിന് ഒരു പങ്കുകാരുമില്ല. വബിദാലിക ഉമിർതു, അങ്ങനെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമത്തെ ആളാണ്. അഥവാ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ കീഴൊതുങ്ങിയിട്ടുള്ളവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് അർഹനായിട്ടുള്ളവൻ. അപ്പൊ ആ തൗഹീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ, ഈമാനിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഉലൂഹിയത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെറിയ കുട്ടികൾക്ക് പോലും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത വാക്കുകൾ നമുക്കറിയാം. നമ്മൾ ആലോചിക്കണം, 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മോനെ, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ തേടുകയാണെങ്കിൽ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. വഅലം, നീ അറിയണം, നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ, ഈ ലോകത്തിലെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ള ജിന്നും മിൻസും സൈന്യവും സമ്പന്നരും അധികാരമുള്ളവരും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അയ്യൻഫഉക ബിശൈഇൻ, നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഒരു ഉപകാരവും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല.
ഒരു ഉപകാരവും അവർക്കൊന്നും നിന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇനി അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നിന്നെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി. ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആലോചിച്ച് നോക്കണം. 10 വയസ്സുള്ള ഒരു കുട്ടിയോടത് പറഞ്ഞു കൊടുക്കുന്നത്. എത്ര ചെറുപ്പത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ അടിസ്ഥാനം, തൗഹീദിന്റെ അടിസ്ഥാനം അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നിന്നെ ഉപദ്രവിക്കാൻ. ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. നിനക്കൊരു ദോഷവും ചെയ്യില്ല, അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തി വെച്ചതല്ലാതെ. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തുസ് സുഹഫ്. പേനകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, ഏടുകൾ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അഥവാ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പൊ ഇതെന്താണ്? അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന് മാത്രം പ്രതീക്ഷ വെച്ചാൽ മതി, അള്ളാഹുവിനെ മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ മതി. ബാക്കി എന്തൊക്കെ കാര്യകാരണങ്ങൾ നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാണ് തൗഹീദുൽ ഉലൂഹിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഈമാൻ ബില്ലാഹ്, അള്ളാഹുവിന്റെ വിശ്വാസം എന്ന ഒന്നാമത്തെ അർക്കാനിൽ നാം പറഞ്ഞ കാര്യങ്ങൾ 3 റുക്നുകളാണ് അൽ ഈമാൻ ബില്ലാഹ് എന്നുള്ളതിനുള്ളത്. ഒന്നാമത്തേത് റുബൂബിയത്താണെന്ന് പറഞ്ഞു, രണ്ടാമത്തേത് അസ്മാഉ സിഫാത്ത് പറഞ്ഞു, മൂന്നാമത്തേത് അൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ കിതാബിന്റെ അവസാനത്തിൽ തൗഹീദിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്, ശിർക്കിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വഹ്ദാനിയത്തുൽ ഉലൂഹിയ്യ, ഉലൂഹിയത്തിലുള്ള തൗഹീദ് എന്നുള്ളത് ഇവിടെ ഒരു ആമുഖമായിട്ട് വെച്ചാൽ മതി. നമ്മൾ വിശദമായി ഇതിന്റെ കുറച്ച് അവസാനത്തിലേക്ക് ആ കാര്യങ്ങൾ വിശാലമായി പഠിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ അസ്ല്, അർക്കാനുൽ ഈമാനിലെ അല്ലെങ്കിൽ ഉസൂലുൽ ഈമാനിലെ രണ്ടാമത്തെ അസ്ലാണ് അൽ ഈമാൻ ബിൽ മലായിക, മലക്കുകളിലുള്ള വിശ്വാസം. എന്താണ് മലക്കുകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ? മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽ ഒരു സൈന്യമാണ്. അള്ളാഹുവിനെ അവർ ഒരിക്കലും ധിക്കരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ അവരോട് കൽപ്പിക്കുന്നത് ആ കൽപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അതേപടി അനുസരിക്കുന്നവരാണ് അവർ. അവരുടെ എണ്ണം എത്ര ഉണ്ട് എന്ന് അള്ളാഹുവിനല്ലാതെ മറ്റൊരാർക്കും അറിയില്ല. അവരെ സൃഷ്ടിച്ച അള്ളാഹുവിനല്ലാതെ അവരുടെ എണ്ണം എത്രയാണ് എന്നുള്ളത് മറ്റൊരാൾക്കും അറിയുകയില്ല. അപ്പൊ അള്ളാഹുവിനുള്ള വിശ്വാസം, മലക്കുകളുടെ വിശ്വാസം 2 രീതിയിലാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്ന് മുജ്മലായിട്ട് പൊതുവായിട്ടുള്ള ഒരു വിശ്വാസം, പൊതുവായി മലക്കുകളെ പറ്റിയുള്ള വിശ്വാസം, നമ്മൾ ഈ പറഞ്ഞ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. 2 മുഫസ്സലായിട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. ഈ 2 രീതിയിലാണ്. ഒന്ന് മുജ്മലായിട്ട് മൊത്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഒന്ന് പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പ്രത്യേകമായിട്ട് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ പേരുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും ചില മലക്കുകളുടെ പേരുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം, ചില ഹദീസിൽ ജിബ്രായിൽ എന്നെല്ലാം വന്നിട്ടുണ്ട്. മികായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, വമാലിക്, നരകത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള മാലിക്, അതുപോലെ ഖബറിൽ ചോദ്യം ചെയ്യുന്ന മുൻകർ വനകീർ. ഇതെല്ലാം ഹദീസുകളിലും ഖുർആനുമായിട്ട് വന്നിട്ടുള്ള നാമങ്ങളാണ്. അപ്പൊ എന്താണോ നാമങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത്, ഏതെല്ലാം മലക്കുകളുടെ പേരുകളാണോ വന്നിട്ടുള്ളത്, ആ മലക്കുകളെ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം, അങ്ങനെ തന്നെ ആ പേരിൽ വിശ്വസിക്കണം. ഇനി അല്ല, പേര് പ്രത്യേകമായി പറയാതെ പൊതുവായിക്കൊണ്ട് മലക്കുകൾ എന്ന നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ആ മലക്കുകൾക്ക് പൊതുവായിട്ട് ചില പേരുകൾ പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മലായിക എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ കിറാമുൽ ബററ, മാന്യന്മാരായിട്ടുള്ള ആളുകൾ, റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതന്മാർ, അസ്സഫറ, ഇങ്ങനെ പല പേരുകളിൽ ഖുർആനിൽ മലക്കുകൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പേരുകളിൽ പൊതുവായിട്ടും മലക്കുകളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ വിശ്വസിക്കണം. അപ്പോ മലക്കുകളുടെ പേരുകൾ വന്നിട്ടുണ്ട്, അതിൽ വിശ്വസിക്കണം. രണ്ടാമത്തേത് മലക്കുകളുടെ വിശേഷണങ്ങളിൽ വിശ്വസിക്കണം. മലക്കുകളുടെ വിശേഷണങ്ങൾ നാം പറഞ്ഞല്ലോ, നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കാത്ത ഗൈബിയായ ലോകത്തുള്ള, നമുക്ക് അദൃശ്യമായിട്ടുള്ള ലോകത്തുള്ള സൃഷ്ടികളാണ് മലക്കുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ വിശേഷണങ്ങൾ എന്നുള്ളത് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പോലെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഒരു മലക്കിനെ പറ്റി നമുക്ക് തോന്നുന്ന രീതിയിൽ പറയാൻ പറ്റുമോ? പറ്റില്ല. ചില ആളുകൾ നസാറാക്കൾ പറയുന്ന മലക്കുകൾ പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണെന്ന് പറഞ്ഞവരുണ്ട്.
അത് എന്തടിസ്ഥാനത്തിലാണ്? ഒരടിസ്ഥാനവുമില്ല, നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മാലാഖമാർ എന്നുള്ളത്. പല മുസ്ലിം ദാഇമാര് പോലും മലക്കുകളെ മലയാളത്തിൽ പറയുമ്പോൾ അവരുടെ എഴുത്തുകളിലും അവരുടെ സംസാരത്തിലും മാലാഖമാർ എന്ന് പറയുന്നത് കാണാം. അത് ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം മാലാഖ എന്നുള്ള പൊതുവെ എന്താണ്? മുഅന്നസാണ്. സ്ത്രീകൾക്ക് പറയുന്ന രീതിയിലുള്ള പേരുകളാണ്. മലക്കുകൾ എന്ന് തന്നെ പറയണം. അപ്പൊ ആ രീതിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് മലക്കുകളെ പറ്റിയുള്ള വിശേഷണങ്ങൾ എന്താണോ അറിയിക്കപ്പെട്ടത് അത് മാത്രമാണ് വിശ്വസിക്കാൻ പാടുള്ളൂ. ഹദീസുകളിൽ ഖുർആനിലുമായിട്ട് പല വിശേഷണങ്ങളിലും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ചിലത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഒരു കാര്യം സഹിഹായി വന്നിട്ടുള്ള അബൂ ദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദിന ലീ അൻ ഉഹദ്ദിസ അൻ മലകിൻ മിനൽ മലായികത്തില്ലാഹ് മിൻ ഹമലത്തിൽ അർശ്. അർശ് ചുമക്കുന്ന മലക്കുകളിൽ ഒരു മലക്കിനെ കുറിച്ച് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി എനിക്ക് അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്നമാ ബൈന ശഹ്മതി ഉദ്നിഹി ഇലാ ആതിഖിഹി മസീറതു 700 ആമിൻ. ആ അർശ് ചുമക്കുന്ന ഒരു മലക്കിന്റെ ഷഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഈ ചെവിയുടെ അടിഭാഗത്തിന്റെ ഈ മാംസഭാഗത്തിനെ പറയാം. അവിടുന്ന് മുതൽ ഈ തോള് വരെ, ഈ ഷോൾഡർ വരെയുള്ള അകൽച്ച, അതിന്റെ അളവ് എന്ന് പറഞ്ഞാൽ മസീറത്തു 700 ആമിൻ, 700 വർഷത്തെ യാത്രാദൂരമാണ്. 700 വർഷം ഒരാൾ അതിവേഗത്തിൽ യാത്ര ചെയ്താൽ എത്ര കാലം എടുക്കുമോ, അല്ലെങ്കിൽ 700 വർഷത്തെ യാത്രാദൂരം എത്രയുണ്ടോ അത്രത്തോളം ആ അകൽച്ചയുണ്ട്. പിന്നെ ഈ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയാം, ഈ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയാം. വേഗത്തിൽ ഒരാൾ യാത്ര ചെയ്താലും അത്ര യാത്ര ചെയ്താലാണ് ഈ ഒരു ഇതെത്തുള്ളൂ. അപ്പൊ അതൊരു വിശേഷണം. അതുപോലെ തന്നെ മറ്റു ചില വിശേഷങ്ങൾ കാണാം. ഹദീസിൽ വന്നിട്ടുണ്ട്, ഖുലിഖത്തിൽ മലായികതു ബിന്നൂർ. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടുള്ളത് എന്താണ്? പ്രകാശം കൊണ്ടാണ്. പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാം. അതുപോലെ തന്നെ അവർക്ക് ചിറകുകളുണ്ട് എന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. സൂറത്തുൽ ഫാത്തിറിൽ ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്നാ വ തുലാസ വ റുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ. 2ഉം 3ഉം 4ഉം അതുപോലെ എത്രയോ അല്ലാഹുവിനെ അറിയുന്ന രീതിയിൽ ചിറകുകളുള്ള മലക്കുകളാണെന്ന് വന്നിട്ടുണ്ട്. ഹദീസിലും അത് വിവരിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കിനെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട സംഭവം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്നു. റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ഫീ സൂറതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആ മലക്കിന്റെ അതേ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. വലഹു 600 ജനാഹ്, 600 ചിറകുകളുണ്ട്. ആ സന്ദർഭത്തിൽ 600 ചിറകുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്. കുല്ലു ജനാഹിൻ മിൻഹാ ഖദ് സദ്ദൽ ഉഫുഖ്, ഓരോ ചിറകും അങ്ങ് ചക്രവാളത്തോളം എത്തുന്ന അത്ര വലുതാണ്. യസ്ഖുതു മിൻ ജനാഹി മിനൽ തഹാബീൽ വദ്ദുർരി വൽ യാഖൂത് വല്ലാഹു ബി അലീം. ആ ചിറകുകളിൽ നിന്ന് പവിഴമുത്തുകളും മുത്തുകളുമെല്ലാം അതിൽ നിന്ന് വീഴുന്നതാണ്. അത് അല്ലാഹുവിനാണ് യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി അറിയുക. അതുപോലെ മറ്റു ചില ഹദീസുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലെങ്കിൽ ചില മലക്കുകൾ അവർ പച്ച പട്ടുപോലത്തെ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നതായിട്ട്, പവിഴമുത്തുകൾ കൊണ്ട് അലങ്കരിച്ച വസ്ത്രങ്ങൾ അവർക്കുണ്ടായിരുന്നതായിട്ട്, അങ്ങനെ പല രീതിയിൽ വിശേഷണങ്ങൾ മലക്കുകളെ പറ്റി വന്നിട്ടുണ്ട്. അപ്പൊ മലക്കുകളെ സംബന്ധിച്ചിട്ടുള്ള നാമങ്ങൾ നമ്മൾ വിശ്വസിക്കണം, നമുക്ക് വന്നിട്ടുള്ള വിശേഷണങ്ങൾ വിശ്വസിക്കണം. അതുപോലെ മലക്കുകളുടെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ് മലക്കുകളെ സംബന്ധിച്ച് അവരുടെ എണ്ണത്തിന്റെ വിഷയത്തിൽ അള്ളാഹു അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ. അവരുടെ എണ്ണം എത്രയാണ് എന്നുള്ളത്. അപ്പൊ കൃത്യമായിട്ടുള്ള എണ്ണല്ല പറയുന്നത്, പക്ഷെ അതിന്റെ വ്യാപ്തി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മുദ്ദസ്സിറിൽ, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അള്ളാഹുവിന്റെ സൈന്യത്തെ കുറിച്ച് അള്ളാഹുവിനാണ് യഥാർത്ഥത്തിൽ അറിയുക, മറ്റൊരാൾക്കുമല്ല. എന്നാൽ അത് എത്രത്തോളം അധികരിച്ചതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇസ്രാ മിഅ്റാജിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുമ്മ റുഫിഅ ലി അൽ ബൈത്തുൽ മഅ്മൂർ. എനിക്ക് ബൈത്തുൽ മഅ്മൂർ കാണിക്കപ്പെട്ടു. ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഭൂമിയിൽ കഅബയെ പോലെ ആകാശ ലോകത്ത് മലക്കുകൾ തവാഫ് ചെയ്യുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഭവനമാണ്. ഫഖുൽതു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ചോദിച്ചു, യാ ജിബ്രീൽ മാ ഹാദാ. ജിബ്രീൽ ഇതെന്താണെന്ന് ചോദിച്ചു.
അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഹാദൽ ബൈത്തുൽ മഅമൂർ യദ്ഖുലുഹു കുല്ല യൗമിൻ 70000 മലക്. ഇത് ബൈത്തുൽ മഅമൂറാണ്. ഇവിടെ 70000 മലക്കുകൾ ഓരോ ദിവസത്തിലും വരുന്നുണ്ട്. ഇദാ ഖറജു മിൻ ലം യഊദു ഫീഹി ആഖിറു മാ അലൈഹിം. അതിലൊരു വട്ടം പ്രവേശിച്ചു കഴിഞ്ഞ് അവർ ആ ദിവസത്തിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തെ ആളും പോയാൽ അവരൊന്നും പിന്നെത്തിയില്ല, ഇതിലേക്ക് തിരിച്ചു വരില്ല. ഒരു ദിവസം 70000 മലക്കുകൾ വരുന്നുണ്ടെങ്കിൽ ഓരോ ദിവസങ്ങളിലും എത്ര മലക്കുകൾ ഉണ്ടാവും? മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അത്തത്തിസ് സമാ. അപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകമെല്ലാം ഭാരം കയറ്റി കഴിഞ്ഞാൽ ഭാരം താങ്ങാനാകാതെ ഭാരം കൂടിയിട്ടുണ്ടെന്ന് അറിയുമ്പോ ഒട്ടകത്തിന്റെ കാലൊന്ന് അമർന്നിട്ട് ഒരു അമർന്ന ശബ്ദം ഉണ്ടാവൂലേ? നമ്മളിപ്പോ എന്ത് സാധനത്തിനും ഭാരം കൂടി കഴിഞ്ഞാൽ അമർന്ന ശബ്ദം ഉണ്ടാവൂലേ? ആ ശബ്ദത്തിന് അപ്പ എന്ന് പറയാം. അപ്പൊ അപ്പത്തിസ്സമ, ആകാശത്തിന് ഭാരം താങ്ങാൻ പറ്റാതെ ഒന്ന് ഇരുന്ന് പോയിട്ടുള്ള ഒന്ന് ആ അമർന്ന ശബ്ദം ആകാശത്ത് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആകാശത്തിന് അത് ഉണ്ടാവേണ്ടതുമാണ്. ആകാശത്തിന് അത് ഉണ്ടാവും വേണം. ഇത് കാരണം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫീഹാ മൗദിഉ 4 അസാബിഅ. ആകാശത്ത് 4 വിരൽ വെക്കാനുള്ള സ്ഥലമില്ല, 4 വിരൽ വെക്കാനുള്ള ഒരു സ്ഥലമില്ല. ഇല്ലാ വമലകുൻ വാലിഉൻ ജബ്ഹതഹു സാജിദൻ ലില്ലാഹ്. അവിടെ ഒരു മലക്ക് അവന്റെ നെറ്റി അല്ലാഹുവിന് സുജൂദിലായിക്കൊണ്ട് വെച്ച അവസ്ഥയിലല്ലാതെ 4 വിരൽ വെക്കാനുള്ള ഒരു സ്ഥലം പോലും ആകാശത്തിലില്ല. അത്രയും മലക്കുകൾ ആകാശ ലോകത്തുണ്ട്. അതുകൊണ്ട് ഭാരം കൂടിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വം അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ എത്ര എണ്ണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ഖുർആനിലൂടെ അറിയിച്ചിട്ടുണ്ട്. وَيَحْمِلُ عَرْشَ رَبِّكَ فَوْقَهُمْ يَوْمَئِذٍ 8. നാളെ അന്ത്യനാളിൽ അർശിനെ കൊണ്ടുവരുന്ന അതിനെ ഏറ്റുന്ന മലക്കുകൾ 8 കൂട്ടമായിരിക്കും. 8 മലക്കുകളായിരിക്കും ഉണ്ടാവുക. അതുപോലെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന മലക്കുകളുടെ എണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചു. യുഅ്താ ബിജഹന്നം യൗമഇദിൻ ലഹാ 70000 സിമാം. നരകത്തെ നാളെ പരലോകത്ത് വലിച്ചു കൊണ്ടുവരും. 70000 ചങ്ങലകൾ ഉണ്ടാകും. മഅ കുല്ലി സിമാമിൻ, ഓരോ ചങ്ങലയോടൊപ്പം 70000 മലക്കിൻ യജുറൂനഹാ. 70000 ചങ്ങലകൾ നരകത്തിനുണ്ട്. അതിൽ ഓരോ ചങ്ങലയും 70000 മലക്കുകൾ കൂടിയിട്ടാണ് വലിച്ചു കൊണ്ടുവരുന്നത്. നരകത്തിന്റെ ഭയാനകത നിന്ന് വലുതായിരിക്കും. അങ്ങനെയാണ് ആ നരകത്തെ വലിച്ചു കൊണ്ടുവരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതായത് പിന്നെ ഇങ്ങനെ പല രീതിയിൽ മലക്കുകളുടെ എണ്ണത്തിന്റെ അവരുടെ ആ മഹത്വം, അവരുടെ എണ്ണത്തിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അത് നമ്മൾ വിശ്വസിക്കണം. അതുപോലെ മലക്കുകളെ സംബന്ധിച്ചുള്ള ഈമാനിൽ ഉൾക്കൊണ്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് മലക്കുകൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജോലി, അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ളത്. എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ്? ഒന്ന് നമുക്ക് പൊതുവായി നമ്മൾ പറഞ്ഞു, ലാ യഅസൂനല്ലാഹ മാ അമറഹു വയഫഅലൂന മാ യുമറൂൻ. അവരോട് കൽപ്പിക്കപ്പെട്ടതെല്ലാം അവർ ചെയ്യും. ഒന്നുപോലും അവർക്ക് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായിട്ട് ചെയ്യുക, അങ്ങനെ ഒരു അവസ്ഥ അവർക്കില്ല. അവരെല്ലാം അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്. ഇത് പ്രത്യേകമായിട്ട് ചില മലക്കുകൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ. അതിൽ ഏറ്റവും ശ്രേഷ്ഠനായ മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഉത്തരവാദിത്തം എന്താണ്? എല്ലാ കാലത്തും റസൂലുകൾക്ക്, നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുക. അതിൽ ഉത്തരവാദിത്തമുള്ള ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. നസല ബിഹി അർറൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. വഹി ഇറക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനാണ്. അതുപോലെ തന്നെ റൂഹ് പിടിക്കാനായിട്ട്, അടിമകളെ മരിപ്പിക്കാനായിട്ട്, റൂഹ് ശരീരത്തിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് എടുക്കാനായിട്ട്, എന്നിട്ട് ബാക്കിയുള്ള വേറെ മലക്കുകളെ ഏൽപ്പിക്കും. അതിനായിട്ട് ഒരു മലക്കുണ്ട്, മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് പലരും അസ്രായീൽ എന്നൊരു പേര് പറയുന്നത് കാണാം. അത് സഹിയായി സ്ഥിരപ്പെടാത്ത ഒരു പേരാണ്. ഖുർആനിലാവട്ടെ ഹദീസിലാവട്ടെ വന്നിട്ടുള്ള പേര് മലക്കുൽ മൗത്ത് എന്നുള്ളതാണ്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും. നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുൽ മൗത്ത് നിങ്ങളുടെ റൂഹിനെ പിടികൂടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ചില മലക്കുകളുണ്ട്, മുഅ്മിനായ അടിമയെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകൾ.
മുഅ്മിനായ അടിമയ്ക്ക് എന്തെങ്കിലും ദോഷം വരുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അതിൽ നിന്ന് സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. അള്ളാഹു തആല പറഞ്ഞു സൂറത്തു റഅദിൽ ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവരെ എല്ലാ രീതിയിലും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില മലക്കുകൾ അവർക്കുണ്ട്. അഥവാ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് അള്ളാഹുവിന്റെ വലിയകൾക്ക് സംരക്ഷണമായിട്ട്. അതുപോലെ ചില മലക്കുകളുടെ ജോലി അടിമ ചെയ്യുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുക, കിതാബത്ത് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നന്മകളും തിന്മകളും രേഖപ്പെടുത്താൻ അല്ലാഹു തആല സൂറത്തുൽ ഇൻഫിതാറിൽ പറഞ്ഞു വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ. നിങ്ങളുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നവരായിട്ടുള്ള ആളുകളുണ്ട്. സൂറത്തുൽ ഖാഫിൽ പറഞ്ഞു മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എല്ലാം കൃത്യമായി നോക്കിക്കണ്ട് രേഖപ്പെടുത്തുന്ന രണ്ട് മലക്കുകളില്ലാതെ ഒരു വാക്കും ഒരാളും പറയുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മീകായിൽ അലൈഹിസ്സലാം മഴയും അതുപോലെയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടത്. അതുപോലെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഉണ്ട്. ഗർഭപാത്രത്തിൽ ഊഹിനെ നൽകുന്ന അതിനേൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുണ്ട്. അങ്ങനെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. അപ്പൊ എന്താണോ അവരെ കുറിച്ച് അറിയിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ നമ്മൾ വിശ്വസിക്കണം. ആ കൂട്ടത്തിൽപ്പെട്ട മറ്റു ചില മലക്കുകളാണ് അറിവന്വേഷിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, മസ്ജിദുകളിൽ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന, ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന അതുപോലുള്ള ആളുകൾക്ക് അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഇൽമ നേടുന്ന ഉലമാക്കൾക്കും തുല്ലാബുകൾക്കും വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്ന അങ്ങനെയുള്ള മലക്കുകളുണ്ട്. അങ്ങനെയുള്ള മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. ഒരു സംഘം ആളുകൾ അവർ ഒരുമിക്കുന്നില്ല അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ, ഏതെങ്കിലും മസ്ജിദിൽ, യത്ലൂന കിതാബ് അല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നു, വയതദാറസൂനഹു ബൈനഹും, അവരത് പരസ്പരം പഠിക്കുന്നു, ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, അവരിലേക്ക് സക്കീനത്ത് ഇറങ്ങാതെ, വഗശിയതുഹുർ റഹ്മ, റഹ്മത്ത് കൊണ്ട് പൊതിയാതെ, വഹഫത്തുഹുൽ മലായിക, മലക്കുകൾ അവർക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കാതെ, ചിറകുകൾ താഴ്ത്തി കൊടുക്കാതെ, വദക്കറഹുല്ലാഹു ഫീ മൻ ഇദ്ദ, അവരെ കുറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ പരാമർശിക്കാതെ ഒരു സമൂഹവും അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുന്നില്ല ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാമായിട്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ആരാണോ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ദീനിയായ ശർഈയായ ഇൽമ നേടാൻ വേണ്ടി ഒരു വഴിയിലേക്ക് പ്രവേശിക്കുന്നത്, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമായി കൊടുക്കും. ദീനിന്റെ സദസ്സുകളിൽ ഇൽമ നേടാൻ വേണ്ടി, അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ആരാണോ ഒരു സദസ്സിലേക്ക് പോകുന്നത് അവന് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമായി കൊടുക്കും. എന്താ കാരണം? അവര് തീർച്ചയായിട്ടും ഹലാലുകളെ കുറിച്ച് കേൾക്കും, അള്ളാഹു ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് കേൾക്കും, ഹറാമുകളെ കുറിച്ച് കേൾക്കും, അതിന്റെ ശിക്ഷയെ കുറിച്ച് കേൾക്കും, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം സ്വർഗത്തിലേക്ക് അവനെ അടുപ്പിക്കും. വൈനൽ മലായിക ലതദഉ അജ്നിഹതഹാ ലിദല്ലി ത്വാലിബിൽ ഇൽം, മലക്കുകൾ ഇൽമ നേടുന്നവനെ, ആ ഇൽമ നേടുന്നു എന്നതുകൊണ്ട് അവനിലുള്ള തൃപ്തി കാരണത്താൽ ചിറകുകൾ അവന് വേണ്ടി താഴ്ത്തി കൊടുക്കും. അവരുടെ ആ ഒരു സ്ഥാനത്ത് ചിറകുകൾ താഴ്ത്തി കൊടുത്ത് അവയിലുള്ള തൃപ്തി മലക്കുകൾ അറിയിക്കും എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരെ സദസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അത് അറിയിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകം ചില മലക്കുകളുണ്ട്. അവർ അള്ളാഹുവിന്റെ അടുക്കൽ അറിയിക്കും, അള്ളാഹുനെ നിന്നെ ദിക്ർ ചെയ്യുകയാണ്, നിന്നെ ഓർക്കുകയാണെന്ന് പ്രത്യേകം അറിയിക്കും. മലക്കുകളെ സംബന്ധിച്ച് ഇങ്ങനെ പല രീതിയിൽ മലക്കുകളുടെ പേരുകൾ, മലക്കുകളുടെ വിശേഷണങ്ങൾ, അതുപോലെ തന്നെ മലക്കുകൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, മലക്കുകളുടെ എണ്ണം, ഇങ്ങനെ മലക്കുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിശ്വാസങ്ങളിൽ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കുക. ഇതിനപ്പുറത്തേക്ക് മലക്കുകളെ പറ്റി അറിവില്ലാത്ത കാര്യങ്ങൾ നാം സംസാരിക്കാതെ ഇരിക്കുക എന്നതാണ് മലക്കുകളുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തേത് അൽ ഈമാൻ ബിൽ കുതുബിൽ മുനസ്സല, ഇറക്കപ്പെട്ട കിതാബുകളെ കുറിച്ചുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.